ഹായ്, വെൽക്കം ടു പ്രെപ്സ്കെ. LD ക്ലർക്ക് ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയും ഏറ്റവും ആദ്യം കേൾക്കുന്ന പേരുകളിലൊന്ന്, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് LDC. നിലവിലുള്ള LD ക്ലർക്ക് റാങ്ക് ലിസ്റ്റിന്റെ അവസ്ഥ എന്താണ്? നിലവിലുള്ള LD ക്ലർക്ക് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഒരു വർഷമായി. ആ ഒരു വർഷത്തിനുള്ളിൽ ഓരോ ജില്ലകളിലും എത്രത്തോളം നിയമനങ്ങൾ നടന്നു, ഇനി എന്നായിരിക്കാം അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത്, എങ്ങനെയാണ് അടുത്ത LDCയുടെ സാധ്യതകൾ, ഈ കാര്യങ്ങളെ കുറിച്ചാണ് നമുക്കൊന്ന് നോക്കാനുള്ളത്. അപ്പോൾ LD ക്ലർക്കിന്റെ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പറയുമ്പോൾ നമ്മളൊന്ന് ഓർക്കുകയാണ്, കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ 30/11/2023 നവംബർ മാസം വന്നു. ആ എക്സാം നടക്കുന്നത് 2024 ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ളതാണ്, ജില്ലാതലത്തിലാണ്. അപ്പൊ അതിനനുസരിച്ച് വേരിയേഷൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങളൊന്ന് നോക്കിയേ, 30 നവംബറിൽ വന്നൊരു നോട്ടിഫിക്കേഷൻ, സ്വാഭാവികമായിട്ടും ഡിസംബർ വരെ അതിന് അപ്ലിക്കേഷനും അതിന്റെ സംഭവങ്ങളും ഇതൊക്കെ കഴിഞ്ഞു. ഏകദേശം ഒരു എത്ര സമയമാണ് നമ്മുടെ മുന്നിലുള്ളത്? ഒരു നോട്ടിഫിക്കേഷൻ വന്ന് അടുത്ത വർഷം പകുതിക്ക് ശേഷം, അതായത് ഒരു ഓഗസ്റ്റോട് കൂടിയിട്ട് എക്സാം ആരംഭിക്കുന്നു. അപ്പോൾ 8 മാസമൊക്കെയാണ് കഴിഞ്ഞ തവണ ഈ ഒരു എക്സാമിന് പ്രിപ്പറേഷനുള്ള സമയം കിട്ടിയിരിക്കുന്നത്. ഇനി അങ്ങനെ ആ എക്സാം നടന്ന് റാങ്ക് ലിസ്റ്റ് 1/8/2025, അതായത് കഴിഞ്ഞ 2025 ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോ അങ്ങനെ 2025 ഓഗസ്റ്റിൽ വന്ന റാങ്ക് ലിസ്റ്റ് നമുക്കറിയാമല്ലോ. ഒരു റാങ്ക് ലിസ്റ്റിന്റെ പരമാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. മിനിമം 1 വർഷവും മാക്സിമം 3 വർഷവും എന്നാണല്ലോ നമ്മൾ പറയാറ്. ആ 3 വർഷം എന്ന് പറയുമ്പോൾ 2028 ഓഗസ്റ്റ് 1-ന് പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. അപ്പോൾ 2028 ഓഗസ്റ്റിൽ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ 27-ൽ എക്സാം നടക്കണം, 26-ൽ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കണം. ഇതാണ് ഇവിടുത്തെ ലോജിക്ക്. ഇനി അങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മുടെ എക്സ്പെക്റ്റഡ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത ഈ 2026 നവംബർ ഡിസംബർ മാസത്തിലും, എക്സാം 2027 ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയത്തുമായിരിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിലേ 2028 ഓഗസ്റ്റിലേക്ക് നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് വരാൻ സാധിക്കൂ. ഇപ്പൊ നിങ്ങൾക്കറിയാം, പ്രിലിമിനറി ഒന്നുമില്ല, അതുപോലെ തന്നെ ഒറ്റ എക്സാം ആണ്. പ്രായപരിധി വർദ്ധിപ്പിച്ച കാര്യം കൂടി നിങ്ങൾക്ക് ഓർമ്മയിലുണ്ട്. അതായത് ഒരു ജനറൽ വിഭാഗത്തിന് 40-ഉം പിന്നീട് 43, 45 ഇങ്ങനെയൊക്കെയാണ് അതിന്റെ കാറ്റഗറി വരുന്നത്. ഇതൊക്കെ നമ്മൾ മുൻപേ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലെ, അതായത് നമ്മൾ പറഞ്ഞ ഒരു വർഷമായ നമ്മുടെ റാങ്ക് ലിസ്റ്റിലെ നിയമന നിലയാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് 172 അഡ്വൈസുകൾ ആകെ പോയിട്ടുണ്ട്. കൊല്ലത്ത് 132, പത്തനംതിട്ട 111, ആലപ്പുഴ 107, കോട്ടയം 149, ഇടുക്കി 85, എറണാകുളം 163, തൃശ്ശൂര് 204, പാലക്കാട് 153, മലപ്പുറം 146, കോഴിക്കോട് 156, വയനാട് 66, കണ്ണൂർ 129, കാസർഗോഡ് 79. അങ്ങനെ ഇതുവരെ, അതായത് ഈ ഒരു വർഷത്തെ കാലയളവിനിടെ ആകെ പോയിട്ടുള്ള അഡ്വൈസുകളുടെ നിയമന ശുപാർശകളുടെ എണ്ണം 1852 ആണ്. ഇനിയും 2 വർഷത്തോളം കാലാവധി ഈ ലിസ്റ്റിന് കിടക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നിയമനം നടക്കട്ടെ. നിയമനം നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അടുത്ത ലിസ്റ്റ് മീൻസ് അടുത്ത നോട്ടിഫിക്കേഷൻ ഈ വർഷം വന്നാലേ അടുത്ത വർഷം എക്സാമും അതിനടുത്ത വർഷം റാങ്ക് ലിസ്റ്റും വരും. അപ്പോൾ നിങ്ങൾ അടുത്ത LDCക്ക് പഠിക്കാൻ നിങ്ങൾക്ക് ആത്മാർത്ഥമായ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തയ്യാറെടുക്കേണ്ട സമയം ഇതാണ്. അതായത് നമ്മൾ പറയുന്നു, പ്രായപരിധി വർദ്ധിപ്പിച്ച സമയമാണ്. നിങ്ങൾക്ക് തയ്യാറെടുക്കാനുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ് മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോ ഇപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ LDC ബാച്ച്, ലോങ് ടൈം ബാച്ച് 2026 ഓഗസ്റ്റ് മാസം 16-ാം തീയതി ആരംഭിക്കുകയാണ്. ഇൻഡിപെൻഡൻസ് ഡേ ഓഫർ ആയതുകൊണ്ട് ആദ്യം ജോയിൻ ചെയ്യുന്ന 100 പേർക്ക് നമ്മൾ 999 രൂപയ്ക്കാണ് ഈ ഒരു ബാച്ച് നൽകുന്നത്. അപ്പൊ ലോങ് ടൈം ബാച്ചാണ്. നമ്മുടെ എല്ലാ സാധാരണ പറയുന്ന എല്ലാ ഫീച്ചേഴ്സുമുള്ള ബാച്ചാണ്. ഫീച്ചേഴ്സ് ഞാനൊന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ ഫീച്ചേഴ്സ് ആദ്യം ആലോചിക്കുക. LD ക്ലർക്കിന്റെ സിലബസ് ഒന്നും നമുക്ക് മനസ്സിലാക്കണം. ആ സിലബസ് പൂർണ്ണമായും കവർ ചെയ്യുന്ന രീതിയിലുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കോർ സാധനം. അപ്പൊ ഈ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളിലൂടെയാണ് നമ്മൾ ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുപോലെ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനുകൾ ഉണ്ടായിരിക്കും നമ്മുടെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളോടൊപ്പം തന്നെ. പിന്നീട് ലൈവ് ആയിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷനും കാര്യങ്ങളും ഉണ്ടായിരിക്കും. PDF സ്റ്റഡി മെറ്റീരിയൽസ്, പഠിക്കുന്ന ഭാഗങ്ങളുടെ PDF സ്ലൈഡ്സ് നിങ്ങൾക്ക് ലഭ്യമാവും. സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാകും.
ടൈം ടേബിൾ ബേസ്, അതായത് നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ നമുക്കറിയാം വലിയൊരു സിലബസ് അല്ലേ നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ ഈ സിലബസ് ഒരു കൃത്യമായ ടൈം ഫ്രെയിമിനുള്ളിൽ നമുക്ക് തീർക്കണം. അതുകൊണ്ട് ഓരോ ദിവസവും പഠിക്കേണ്ട പാഠഭാഗങ്ങൾ ഏതാണെന്ന് നോക്കി ആ പാഠഭാഗങ്ങൾ അനുസരിച്ച് ടൈം ടേബിൾ വന്ന് ആ ടൈം ടേബിൾ പ്രകാരമാണ് നിങ്ങൾ വീഡിയോ ക്ലാസ്സുകൾ കാണുന്നത്. അങ്ങനെയാണ് നിങ്ങൾ അന്നത്തെ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് നിങ്ങൾ അന്നത്തെ PDF വെച്ച് കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പൊ ടൈം ടേബിൾ ബേസ് ആയിരിക്കും കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഇനി ഇപ്പോഴുള്ള എക്സാമുകളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം നമ്മുടെ സ്കൂൾ പാഠപുസ്തകങ്ങൾക്ക് ഇതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് അല്ലെ. അപ്പൊ നമ്മളെ SCERT ചാപ്റ്റർ വൈസ് ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ ലഭ്യമാണ്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ LD ക്ലർക്കിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ SCERT ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതുപോലെ ഡെയിലി ടോപ്പിക് വൈസ് എക്സാമുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതോടൊപ്പം ഡെയിലി കറന്റ് അഫയേഴ്സ് എക്സാമും ഉണ്ടായിരിക്കും. കറന്റ് അഫയേഴ്സിനൊക്കെ വളരെ പ്രാധാന്യം നമ്മുടെ സിലബസിലുണ്ട്. അതുപോലെ എല്ലാ ആഴ്ചയിലും റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും. ഓരോ എക്സാമുകൾക്ക് ശേഷവും ആരോഗ്യപരമായ മത്സരത്തിന് വേണ്ടിയിട്ട് നമുക്ക് മത്സരിക്കാനുള്ള ആ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് ഓൾ കേരള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു. പിന്നെ ഇത്രയും കാലം നടന്ന LDC എക്സാമുകളുടെ ഈ 10th ലെവലിലുള്ള എക്സാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും നമുക്ക് നമ്മുടെ ആപ്പിൽ ലഭ്യമാണ്. ആ എക്സാമുകളും നിങ്ങൾ പരിശീലിക്കും. അതോടൊപ്പം 30 മോഡൽ എക്സാമുകൾ, 30 LD ക്ലർക്ക് പരീക്ഷ എഴുതിയ അനുഭവം കിട്ടുന്നതിന്, 30 LD ക്ലർക്ക് പരീക്ഷ എഴുതിയ ആ ഒരു ആത്മവിശ്വാസം കിട്ടുന്നതിന് നമുക്ക് 30 മോഡൽ എക്സാമുകൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം ഓരോ ആഴ്ചയും വീക്കിലി കറന്റ് അഫയേഴ്സ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ കോഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ള കോഴ്സിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 999 രൂപയാണ് ഇപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ഓഫറായിട്ട് നൽകുന്നത്. യഥാർത്ഥത്തിൽ 1900 രൂപയാണ് നമ്മുടെ ഈ കോഴ്സിന് ഇപ്പോഴത്തെ ഓഫർ റേറ്റ് ആണ് 999 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഞാൻ വലിയൊരു സിലബസ് ആണ്, വിപുലമായ സിലബസ് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ഈ സിലബസിൽ വരുന്ന പ്രധാന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആദ്യം ഹിസ്റ്ററി, ചരിത്രം 5 മാർക്കിനാണ് നമ്മുടെ ഹിസ്റ്ററി ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഭൂമിശാസ്ത്രം അതായത് നമ്മുടെ ജോഗ്രഫി ഭാഗത്തു നിന്നും 5 മാർക്ക്, എക്കണോമിക്സ് ഭാഗത്തു നിന്ന് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തു നിന്ന് 5 മാർക്ക്, ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തൊഴിലും ജോലിയും, ദുരന്ത നിവാരണം, ഭൂപരിഷ്കരണം, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഇതുപോലത്തെ കാര്യങ്ങൾ. ഇവിടെ നിന്ന് 5 മാർക്ക്. ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം, സയൻസ് ഭാഗത്ത് കൂടുതലുള്ളത് ഈ ജീവശാസ്ത്ര പൊതുജനാരോഗ്യ ഭാഗത്ത് നിന്നാണ് മാർക്ക് ചോദിക്കുന്നത്. 6 മാർക്കാണ്. ഭൗതിക ശാസ്ത്രം, ഫിസിക്സിൽ നിന്ന് 3 മാർക്കും പറഞ്ഞു. അതുപോലെ കെമിസ്ട്രിയിൽ നിന്ന് 3. ദെൻ കല, കായികം, സാഹിത്യം, സംസ്കാരം ഈ ഭാഗത്ത് നിന്ന് 5 മാർക്ക് എന്ന് പറഞ്ഞ പ്രധാന ട്രോഫികളാവാം, അതുപോലെ തന്നെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ, അതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുന്ന ഭാഗം. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം, ഓരോന്നിലും വരുന്ന കാര്യങ്ങൾ. പിന്നെ കമ്പ്യൂട്ടറിന്റെ ബേസിക് കാര്യങ്ങൾ 3 മാർക്ക്. സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്. നമ്മുടെ വിവരാവകാശ നിയമം, അതുപോലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം, പൗരാവകാശ നിയമം, പോക്സോ, ഗാർഹിക പീഡന നിരോധന നിയമം, ഇതുപോലത്തെ കാര്യങ്ങൾ 5 മാർക്ക്. ദെൻ ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്. കറന്റ് അഫെയറുമായി അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തുനിന്ന് 20 മാർക്ക്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 20 മാർക്ക് അല്ലെങ്കിൽ ഈ കറന്റ് അഫെയറിന് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ട് നമ്മൾ അതിനെ അത്രയും ഫോക്കസ് ചെയ്യണം. ദെൻ ലഘുഗണിതം, മാനസിക ശേഷി, നിരീക്ഷണ പാഠവ പരിശോധന ഇവിടെ നിന്ന് 10 മാർക്ക്. ഇംഗ്ലീഷ് 10, പിന്നെ നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് 10 മാർക്ക്. ഇങ്ങനെയാണ് 100 മാർക്കിന്റെ ഒരു എക്സാം നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമുള്ള ഈ ഭാഗം നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടു. ഇതിന്റെ ഉള്ളിൽ തന്നെ ഓരോന്നിന്റെ ഉള്ളിൽ ഇപ്പൊ സുപ്രധാന നിയമം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഒരുപാട് ആക്ടുകൾ, ഇപ്പൊ RTI എന്ന് നമ്മൾ പറയും, അതുപോലെ ഉപഭോക്തൃ സംരക്ഷണം എന്ന് പറയും. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് പിന്നീട് പറയാം. അപ്പൊ ഈ ഓരോന്നായിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളപ്പോൾ തന്നെ വലിയൊരു സിലബസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സിലബസ് കൃത്യമായിട്ട് നമുക്ക് ഒരു ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ട് പഠിച്ചില്ലെങ്കിൽ, അതായത് കൃത്യമായ ഒരു ടൈം ഫ്രെയിമിന്റെ ഉള്ളിൽ കൃത്യമായ മുന്നൊരുക്കത്തോടെ പഠിച്ചില്ലെങ്കിൽ ഈ പാഠഭാഗങ്ങൾ നമുക്ക് ഈ സിലബസ് കവർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകണം എന്ന് പറയുന്നത്. അപ്പോൾ മറക്കണ്ട, നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 16-നാണ്. ഇപ്പോഴത്തെ ഇൻഡിപെൻഡൻസ് ഡേ ഓഫറാണ് 999. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്ക്, മറ്റു കാര്യങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ വിവരങ്ങൾ, അഡ്മിഷൻ എടുക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, താങ്ക് യു.